എടാ അൻവറേ, ആ പണ്ടാറൊന്ന് ഓഫ് ചെയ്തടാ. മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. ഒച്ച വെക്കാതെ ആ വായിലുള്ള തുപ്പിയിട്ട് വർത്താനം പറയണ്ട സുലൈമാനെ. വായിലുള്ള തുപ്പിയാ വേണ്ട പേസ്റ്റിന്റെ ഗുമുമ പോലെ കാതർക്ക. പേസ്റ്റിന്റെ ടേസ്റ്റിനൊക്കെ എന്തൊരു സുഖ. തുപ്പാനാണെങ്കിൽ ഉമിക്കറി കൊണ്ട് പല്ല് വെച്ചാ പോരെ. ഈ കാതർക്കൊക്കെ ഒന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. ഇവിടെ നിന്ന് ബണ്ടലെടുക്കാണ്ട് വേഗം കടയിൽ കണ്ട് വരണ ചെയ്യും. ചന്ദ്രേട്ടൊന്ന് വേഗം ആവട്ടെ. ആ ആരാ ബാത്റൂമില്? ചന്ദ്രേട്ട ഒന്ന് വേഗം ഇറങ്ങ്. 6 മുതൽ 6:30 വരെ എന്റെ ടൈം അല്ലേ മൊയ്തുണ്ണി? നിങ്ങൾ ഈ ടൈം നോക്കിയിരുന്നോ? ഇവിടെ മനുഷ്യർ തൂറാൻ മുട്ടിട്ട് കണ്ടുകൊണ്ടിരിക്ക. എനിക്ക് ഇനി അതിനേരം പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടതാ. എന്തുവാണ് നീ ഇതൊരു പതിവാക്കിയിലൂടെ? ഞാനിപ്പം കുടിച്ചതാണേ. ചന്ദ്രേട്ടനാ, എന്റെ ചായ കാതർക്കട കടന്നല്ലേ, പതിവ് തെറ്റിക്കണ്ട. രണ്ടിന് പോയില്ലേ ചത്തുപോകുന്നും പറഞ്ഞ് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് നിന്റെ മയ്യത്ത് കുളിയും കഴിഞ്ഞാണോ വരുന്നേ? തോന്നിയാസം പറയുന്നടാ. എന്നെ പന്നെ പണിയാണോടാ കാണിച്ച പന്നി. പന്നീനെ വിളിച്ചടാ. കഴിഞ്ഞു കയറുന്നോളാം ഞാനിവിടെ. ഞാനിന്ന് കഴുത്ത് ചങ്കിന് പിടിക്കുന്ന വിളക്ക് ഇതാക്കുന്ന ഞാൻ അടിച്ച വെറുതെ വിടുന്ന അവൻ ചത്തുപോടാ. ആദ്യം കളിച്ച അടിച്ച കർണക്കുറ്റി അടിച്ചാൻ പൊളിക്കും. ഞോണ്ടും അച്ചായ മാറ്. എന്തോളി നിങ്ങളെന്തേലും പറഞ്ഞോളി. മൊയ്തുണ്ണി, മൊയ്തുണ്ണി നീ പോ. വർഗീസേ
വർഗീസേ, നീ പോ, നീ ബാത്റൂമിൽ പോ. ഓടാ. എന്താടാ നിങ്ങള് പറഞ്ഞോണ്ടാ ചന്ദ്രട്ട്, നിങ്ങള് പറഞ്ഞോണ്ട് മാത്രമേ വെറുതെ വിട്ട്. ഓനെ ഒന്നും ചെയ്യാണ്ട് വിട്ട്. എല്ലാം കാണിച്ചു കൊടുക്കാൻ ഈ മൊയ്തുണ്ണി ആരാന്ന്. നീ ഞൊട്ടും. മൊയ്തോണി നീ ചായ കുടിച്ചേ, ചായ തണുത്തു പോകും. ും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മലപ്പുറത്ത് പോലീസുകാർക്കുള്ള കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. നിയമാനുസൃതമല്ലാതെ അവധിയെടുത്ത ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാൻ ജമാലേ, ആടെന്താ വേണ്ടേ നോക്കിയേ? ഇവിടുന്ന് ക്ലാസ് എടുത്തില്ലടോ. അവിടെ വാസുവിന് ചൂടുവെള്ളം കൊടുക്ക്. എന്നിവരാണ് മരിച്ച രണ്ടുപേർ. മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപകടത്തിൽ ഹലോ കഫ്റ്റേരിയ. ആ, നാലിലൊന്ന് പാനീക്കം. സുലൈമാനെ, 4-1 പാനീക്കം. ആ ഇലക്ട്രോണിക്സ് അടിയില് ആരിസേ 4-1 പാനിക്കും. മാരുതിക്കാരും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4ആയി. കൂത്തുപറമ്പ്, കോട്ടകം, എന്തൊക്കെയുണ്ട് രമേശ നാട്ടിലെ വിശേഷങ്ങള്? വീട്ടിലെ അച്ഛനും അമ്മക്കൊക്കെ സുഖം തന്നെയല്ലേ? ആ, പിന്നെ കാതർക്ക നാട്ടില് ഭയങ്കര മഴയാ. ഇവിടെയാണെങ്കി ഭയങ്കര ചൂടും. പിന്നെ വാസുവേ, ഈ നിക്കണത് പഴയ രമേശനല്ല, പുയാപ്പിള രമേശനാ. ഇരുന്ന് നടുവടിയെന്നല്ലാതെ ഇനിയുള്ള കാലം ഈ പണി കൊണ്ട് യാതൊരു കാര്യമില്ല ചെല്ലപ്പേട്ടാ. ജനിച്ചു പോയില്ലേടോ, ജീവിക്കണ്ടേ? പെണ്ണും പിള്ളയ്ക്കും പിള്ളേർക്കും കഞ്ഞി കുടിക്കണ്ടായോ? ആഗോളവൽക്കരണം വരുമ്പോ ആലോചിക്കണായിരുന്നു. അനുഭവിക്കണോ, അനുഭവിക്ക്. എന്താ കാർക്ക കത്തില് വിശേഷങ്ങള്? വിശേഷങ്ങളേ ഉള്ളു ചന്ദ്ര. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങള്, തീർത്താലും തീരാത്ത ആവശ്യങ്ങളുടെ നീണ്ട പട്ടികയാ കത്തില്. ഇവിടെ പണം കായ്ക്കണ മരണ്ട് എന്നാ നാട്ടിലുള്ളവരെ വിചാരം. ആ, അവർക്ക് നമ്മള് ഗൾഫുകാരല്ലേ. ചന്ദ്രനറിയോ, ആദ്യം അതൊക്കെ ഓള കത്തില് എത്രയും പെട്ടെന്ന് നാട്ടിൽ ചെല്ലണമെന്നായിരുന്നു. അന്നൊക്കെ കത്ത് വായിക്കുമ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു. പുതുക്കം മാറാത്ത ദാമ്പത്യം, ആശ തീരാത്ത മനസ്സിന്റെ പെടച്ചില്, കാത്തിരിപ്പിന്റെ വേദനയിൽ ചാലിച്ച് കണ്ണീരിട്ടിയ കത്താണേലും നമ്മളെ കാത്തിരിക്കാനൊരാളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖമായിരുന്നു. ഇപ്പോഴോ ആവശ്യങ്ങളുടെ നീണ്ട പട്ടിക നിരത്തി ഒരു തരത്തിൽ പറഞ്ഞാ ഇപ്പോഴൊന്നും ചെല്ലണ്ടെന്നാവും. വയസ്സായില്ലേടോ. എന്താ അത് കാതർക്ക, വിഷമിക്കാതെ. ഒന്ന് ആലോചിച്ചാ നാട് വിട്ട് ഇവിടെ എത്തിയ ഓരോരുത്തരുടെയും അവസ്ഥ ഇത് തന്നെയാ. മനസ്സും ശരീരവും തളരാതെ നോക്കുക, അല്ലാതെ നമുക്കെന്താ ചെയ്യാനാവുക? ഏയ്, ഒന്നുമില്ല. ചെലപ്പോ ഈ കിളവൻ അങ്ങനെയാ. പോട്ടെ.